ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് എഗ് റോൾ മുതൽ പായസം വരെയുള്ള സാധനങ്ങൾ നമ്മളിവിടെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഇത് വീഡിയോ ഫുള്ളായി കാണാതിരിക്കരുത്. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഫുള്ളായിട്ട് കാണണം, ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയണം. അപ്പോൾ നമ്മളിന്ന് എഗ് റോൾ തന്നെ കേട്ടോ. എഗ് റോളിന് ഉള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ്, കരിവേപ്പില, കുറച്ച് ഉള്ളി കേട്ടോ. ഇത് കുറച്ച് എണ്ണ ഒഴിക്കുക. അതുപോലെ മുട്ടനെ 4ആക്കി മുറിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് ഫില്ല് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. എഗ് റോളിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4ആയിട്ട് മുറിക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി അതിലേക്ക് ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക്, ഉപ്പ്, ഗരം മസാലയൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ആർക്ക് വേണമെങ്കിലും ഏത് ഫ്ലേവർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്യാൻറ്റീനിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ ഇതിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി നല്ല വഴണ്ട് പോകേണ്ട ആവശ്യമില്ല, ഒരു മീഡിയം വഴണ്ട ഇതിൽ നമ്മൾ ഇത് നിർത്തണം കേട്ടോ. അതിലേക്ക് എല്ലാം ഇട്ടിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇഞ്ചിയും മല്ലിച്ചപ്പ്, കറിവേപ്പിലയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ്, മൈദ, അതുപോലെ മുട്ട നമ്മൾ 4 പീസാക്കി മുറിച്ചത്. കുറച്ച് ഈ ബ്രെഡിൻ്റെ സൈഡ് തന്നെ നമുക്ക് എടുത്തിട്ട് പൊടിച്ചിട്ട് നമുക്ക് ബ്രെഡ് പൊടിയാക്കാം കേട്ടോ. റസ്ക് പൊടി ഉപയോഗിക്കാം, പക്ഷെ നമുക്ക് ഇതിൻ്റെ 4 സൈഡ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ബ്രെഡ് പൊടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളിതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നാണ് കേട്ടോ. ഒരു ബ്രെഡ് നമ്മൾ എടുക്കണം, അത് നനച്ചിട്ട് കണ്ടോ, നമ്മുടെ ടീച്ചറാണത്. ബ്രെഡ് നനച്ചിട്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ഈ ഉള്ളി എടുത്ത് അതിലേക്ക് ഇടണം. പിന്നെ നമ്മൾ ഒരു പീസ് മുട്ടയാണ് കേട്ടോ എടുത്തിട്ട് വയ്ക്കും. മുട്ട നമ്മൾ കമഴ്ത്തി വെക്കണം കേട്ടോ, അങ്ങനെ നിവർത്തി വെക്കരുത്, കമഴ്ത്തി വെക്കണം. എന്നിട്ട് വേണ്ട ടീച്ചർ ചെയ്ത പോലെ തന്നെ കൈ നല്ല നിവർത്തി പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതേപോലെ നല്ല അമർത്തി സെറ്റ് ചെയ്യണം കേട്ടോ. നല്ല അമർത്തി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മൈദ നമ്മൾ വെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, മൈദ വെള്ളവും കൂടെ അതിലേയും ഇതേപോലെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല അമർത്താം. അപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു കുറച്ചും കൂടി നനച്ചിട്ട് അവിടെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം. ചിലത് ബ്രെഡ് നമ്മൾ മേടിച്ചത് ചെറുതാണ്, വലിയ ബ്രെഡ് കിട്ടുകയാണെങ്കിൽ ഇത് മൊത്തം ഫില്ലാവും കേട്ടോ. അതിന് ശേഷം നമ്മൾ ആ ബ്രെഡ് പൊടിയിലിട്ടിട്ട് നല്ല ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ എഗ് റോൾ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ. എന്നിട്ട് ബ്രെഡ് പൊടിയിലിട്ട് ഒന്നുകൂടെ നമ്മളൊന്ന് അമർത്തുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഗ്യാപ്പായിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് നല്ല ഭംഗിക്ക് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുന്ദരിയായിട്ടുള്ള നമ്മുടെ എഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് എഗ് റോളിന് പണി. പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഇതിൽ ഇതൊക്കെ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഓരോരുത്തർ ഇപ്പോൾ ചിലതിലൊക്കെ ഇങ്ങനെ പൊട്ടലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് ഒന്നുകൂടെ നന്നായിട്ട് അമർത്തിയിട്ട് എണ്ണയിൽ നമ്മൾ പൊരിക്കേണ്ടത്. നമ്മൾ ബാക്കി വന്ന മസാലകളൊക്കെ ചേർത്തിട്ട് നമ്മളൊരു ബോൾസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതും നമ്മൾ വേസ്റ്റ് ആക്കരുതല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇതാക്കി കണ്ടോ, നമ്മൾ ബോൾസ് ആക്കിയിട്ടുള്ളതുണ്ട്. നമ്മുടെ എഗ് റോൾ ഇവിടെ റെഡിയാണ്. കുറേ എഗ് റോളുണ്ട്, അതിൽ 1-2 ഞങ്ങളുടെ പൊട്ടിയിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ സെറ്റായി. പല ആളുകൾ ഉണ്ടാക്കുന്നതല്ല, ഇത് നമ്മുടെ മസാല ചായ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ചേമ്പ് തണ്ടും മത്തനും കൂടെ ഒരു നല്ല അടിപൊളി ടേസ്റ്റി, ഒന്നും പറയാനില്ല കേട്ടോ. നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചതേ ഇല്ല, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ രണ്ടിനും സ്ലൈസായിട്ട് രീതിക്ക് നന്നായിട്ട് അരിയണം കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾക്ക് തേങ്ങയിലും അതേപോലെ ഒന്നും നിറയെ ഐറ്റംസ് ഒന്നും ചേർക്കേണ്ട. കാന്താരി മുളക് കിട്ടുകയാണെങ്കിൽ കാന്താരി മുളകും കുറച്ച് കരിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതും കൊണ്ട് ചേർത്ത് അതിലേക്ക് ആക്കിയാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾക്ക് വറവിടേണ്ട ആവശ്യം പോലും ഇല്ല, വെറും വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ട്. അതൊന്നും ഇങ്ങനെ തിളയ്ക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണയും കരിവേപ്പിലയും ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറം ടേസ്റ്റാണ്. പിന്നെ നമ്മൾ ചക്കയാണ് കേട്ടോ, ചക്കപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ചക്കനെ ഇതുപോലെ നല്ല കൊത്തി നല്ല ചെറുതാക്കിയിട്ട് അരിയണം കേട്ടോ. അത് നമ്മൾ സാധാ കുറച്ച് വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പില, വറമുളകൊക്കെ ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ വേവിക്കാൻ എൻ്റെ ക്യാമറയ്ക്ക് ഒരു ഇതുണ്ട്, നമ്മളുടെ റിയലായിട്ടുള്ളത് വരുന്നില്ല. പിന്നെ നമ്മൾ അതിലേക്ക് ഇതിലും സെയിം തന്നെ കാന്താരിയും തേങ്ങയും കരിവേപ്പിലയും കൂടി നല്ല ചതുക്കിയിട്ട്
നമ്മളിതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടുകയാണെങ്കിൽ ഞങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുമ്പോൾ കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടും. അപ്പോൾ നമുക്കത് വേറെ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നമ്മളിനി അടുത്തത് കാണിക്കാൻ പോകുന്നത്, അപ്പോൾ നമ്മൾ കൂട്ടുകറിക്ക് വേണ്ടത് ചേനയും പച്ചക്കായും കുറച്ച് കടലപ്പരിപ്പാണ് കേട്ടോ നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്നത്. കടലപ്പരിപ്പാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വറവിടാൻ, ഇതിൻ്റെ മെയിൻ വറവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കരിവേപ്പില, കുറച്ച് കടുക്, അതുപോലെ തന്നെ വറമുളക്, വറമുളക് പറഞ്ഞാൽ അറിയില്ല എല്ലാവർക്കും, ചുവന്ന മുളക്, അതുപോലെ ഉള്ളി, ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നല്ല ബ്രൗൺ കളർ എന്ന രീതിക്ക് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ആ സമയത്ത് നമ്മൾ ഈ കഷ്ണങ്ങൾ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ശർക്കര നന്നായിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഈ മൂന്നും കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചു. ഇതിൽ നല്ല ശർക്കര നമ്മൾ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര ഒഴിച്ച് അതിൽ നല്ല കുരുമുളക് പൊടി, അത്യാവശ്യം നമ്മൾ എരിവിന് മുളക് പൊടി ഇട്ടിട്ടില്ല, പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, കുരുമുളക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതേപോലെ നമ്മൾ ഈ ബ്രൗൺ കളറിൽ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചില കൂട്ടുകറിയിൽ നമ്മൾ ഈ ശർക്കരയൊക്കെ ഇട്ട് ആക്കിയ സമയത്ത് നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് അരച്ചിടും കേട്ടോ. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വറുത്തത് തന്നെ കുറച്ച് നമ്മൾ ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഓരോ ആളുകളും ഓരോ രീതിക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിൻ്റെ വ്യത്യാസങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ കൂട്ടുകറി. പിന്നെ നമ്മൾ മോരുകറി ഉണ്ടാക്കണം. അത് കർമൂസയാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. കർമൂസ നമ്മൾ മഞ്ഞൾപ്പൊടി, ഉപ്പും പച്ചമുളകും ഇട്ട് നന്നായി വേവിക്കുക. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ എടുക്കുക. തേങ്ങയിൽ അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കരിവേപ്പിലയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളതാവുക. ചില ആളുകൾ ജീരകമൊക്കെ ചേർക്കും, നമ്മളിവിടെ ജീരകമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അത് വെന്ത ശേഷം ഇതിലേക്ക് തേങ്ങ, അതുപോലെ തേങ്ങ നന്നായി തിളച്ച ശേഷം നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തൈരാണെങ്കിൽ മിക്സിയിൽ ചില ട്രിം ആക്കിയിട്ട് ഇടുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ നമ്മൾ വറവിടുക. ഇതോടെ നമ്മുടെ മോരുകറി റെഡി ഉണ്ട്. ഈ മോര് ഇതിലേക്ക് ഒഴിക്കുക, തിളയ്ക്കാതെ തന്നെ വയ്ക്കുക. അത് കഴിഞ്ഞാൽ റെഡി. അപ്പോൾ അടുത്ത് നമ്മൾ പായസമാണ് ഉണ്ടാക്കുക. അപ്പോൾ പായസം നമ്മൾ ചെറുപയർ നന്നായി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുപയർ നമ്മൾ വറുത്തെടുത്തിട്ട് നല്ല ബ്രൗൺ കളറാവേണ്ട എന്നൊരു മീഡിയം സൈസ് ബ്രൗൺ കളർ. അതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്നത് പഴമാണ് കേട്ടോ. പഴം നമ്മൾ പുഴുങ്ങിയിട്ട് അതിന് നമ്മൾ മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം നമ്മൾ നെയ്യിലൊക്കെ ഇട്ട് വാട്ടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ തേങ്ങാപ്പാലാണ് കേട്ടോ അതിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പഴം നല്ല പോലെ ആക്കിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വേണം നമ്മുടെ ചെറുപയർ വേഗം വയ്ക്കാൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുപയർ ചിലപ്പോൾ അടി പിടിക്കും കേട്ടോ. അതുകൊണ്ട് നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാക്കൊത്ത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ വറുത്തെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയർ പരിപ്പ്, അതിന് വേണ്ട ശർക്കരപ്പാനി വേണം. ആദ്യം നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അതിൽ പഴം ഇതുപോലെ നന്നായിട്ട് കുറുക്കി നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ വേവിച്ച് വെച്ച് ചെറുപയർ പരിപ്പൊക്കെ നമ്മൾ ചേർത്ത്, അതുപോലെ തന്നെ ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ നമ്മൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ശർക്കരപ്പാനി ഒഴിച്ച് നല്ല സെറ്റായി വരുമ്പോൾ നമ്മൾ അതിൽ ഒന്നാം പാൽ ഒഴിച്ച് നമ്മുടെ വറവുകളൊക്കെ അതിലിട്ട് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പായസം ഇവിടെ റെഡി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഏലക്കപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചോറ്, നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള മോരുകറി, അതിനുശേഷം നമ്മുടെ കൂട്ടുകറി. ഇതാണ് നമ്മുടെ കൂട്ടുകറി. ഇതേപോലെ ഉണ്ടാവും കേട്ടോ, നല്ല സെറ്റായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മത്തനും താളും കൂടെ വെച്ചത്, പിന്നെ ചക്ക. അടിപൊളിയാണ് ഇന്നത്തെ പായസം കാണിക്കാൻ വിട്ടുപോയി. ഓക്കെ, ബായ്.